ഞാൻ ഒറ്റൊരു അമല് പറഞ്ഞു തരട്ടെ. ഇവിടെ നേരിട്ട് വന്നപ്പോൾ ഞാൻ അവർക്ക് കൊടുത്ത് അവരതൊരു 6 മാസമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ അതിന്റെ അനുഭവ സാക്ഷ്യം കൃത്യമായി പറയുകയാണ്. കൂടുതൽ സമയമൊന്നും ചെയ്യാൻ ആവശ്യമില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. വളരെ എളുപ്പമാണ് ചെയ്യാൻ. എന്തായിരുന്നു വിഷയം എന്നറിയോ? അവർ വന്നിട്ട് പറഞ്ഞത്, ഉസ്താദ് വീട്ടിൽ തീരെ ഐക്യമില്ല, കുടുംബങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാൻ പറ്റാത്ത രൂപത്തില് ശത്രുക്കളെ പോലെ അസൂയാലുക്കളെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി സംസാരിക്കൂല. ഒരു എന്തെല്ലോ പറഞ്ഞ് അവര് മിണ്ടുന്നു, മിണ്ടാതിരിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അങ്ങനെ ജീവിക്കുന്നു. പരസ്പരം ആർക്കും മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സന്തോഷവും സ്നേഹമൊന്നുമില്ല. എപ്പോഴും വെറുപ്പ് മാത്രമാണുള്ളത്. വീട്ടിലൊക്കെ നല്ല രോഗങ്ങളും പ്രയാസങ്ങളൊക്കെയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരാൾ വന്നിട്ട് പറഞ്ഞത് വീടിന്റെ വിറ്റ് പോകണം, അല്ലെങ്കിൽ വീടിന്റെ ഈ ഭാഗം പൊളിച്ചു മാറ്റണം, അതിന് കൂടുതൽ ക്യാഷ് ചെലവാകും. അപ്പോൾ രണ്ടിനും ഞങ്ങൾ നിന്നിട്ടില്ല, ഉസ്താദിന്റെ വീഡിയോ കണ്ടു വന്നാണെന്നൊക്കെ വളരെ സങ്കടത്തോടുകൂടെ പറഞ്ഞു. നമ്മൾ അവർക്ക് കൂടുതലൊന്നും കൊടുത്തിട്ടില്ല. ഒരു ഖുർആനിലെ ഒരു സൂറത്തിന്റെ 3 ആയത്തുകളുണ്ട്. ആ 3 ആയത്തുകളെ 40 ദിവസം വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഓതി, ഇൻഷാ അള്ളാ വളരെ പെട്ടെന്നൊന്നും ശരിയാവുമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളിത് സ്ഥിരമായിട്ട് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വീട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അത് ഉറപ്പാണ്. വിശുദ്ധ ഖുർആനിന്റെ ആ ഒരു ഖുർആനിനെ മുൻനിർത്തി നമ്മൾ പറഞ്ഞു കൊടുത്തു. അവര് മുമ്പ് കുറെ സ്ഥലങ്ങളിൽ പോയപ്പോൾ കുറെ കർമ്മങ്ങളോ അതും ഇതൊക്കെ ചെയ്തിട്ട് ഒരു പരിഹാരം കിട്ടാത്തതാണ് കേട്ടോ. ഇത് ബിഇദ്നില്ലാഹി തആല വളരെ പെട്ടെന്ന് അവർക്ക് സന്തോഷം ലഭിച്ചു എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറയാണ്, ഇത് നമുക്ക് ചൊല്ലാൻ ആകെ 3-4 മിനിറ്റ് ആവശ്യം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇത്തരം ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ, നല്ല റിസൾട്ട് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് ഞാനത് പറഞ്ഞുതരാം. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ചു ബുക്ക് ചെയ്തതിന്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് പറയേണ്ടി വരുന്നത്. ഇതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എന്നുള്ള അറിയിക്കാൻ. അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഈ ആയത്ത് എന്ന് പറഞ്ഞത്, ഇത് യഥാർത്ഥത്തിൽ മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത്. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മുടെ വീട്ടിലുള്ള ഈ ഐക്യമില്ലായ്മക്കും ഈ പരസ്പരം കണ്ടുകൂടാത്ത ഈ സാഹചര്യങ്ങൾക്കും ഒരു സ്നേഹവും സന്തോഷവും ഇല്ലാത്തതിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന പല കാര്യങ്ങളുമാണ്. നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന പിശാചിന്റെ ഒരു ദുർബോധന കാരണമായിട്ട് നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങളും പൈശാചികമായിട്ട് ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ എന്തെങ്കിലും വീട്ടിൽ നമ്മൾ വെറുതെ ഇരുന്ന് കിടന്നുറങ്ങണമെന്ന് വിചാരിക്കാം. ഉറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഉറക്കത്തിലേക്ക് വീഴുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ വെറുതെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പിശാച് ഇങ്ങനെ തോന്നിപ്പിച്ചിരണം. അത് ചെയ്തത് അവരായിരിക്കും, അവിടുത്തെ ഉമ്മയായിരിക്കും, അല്ലെങ്കിൽ ഉപ്പയായിരിക്കും, അല്ലെങ്കിൽ എന്താ നാത്തൂനായിരിക്കും. ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് പിശാച് ഇങ്ങനെ ദുർബോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മനസ്സാണല്ലോ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്, ഹൃദയം. അപ്പൊ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതൊന്നും അങ്ങനെ അങ്ങ് നമ്മൾ വിശ്വസിക്കരുത്. അത് പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള തോന്നിപ്പിക്കലുകൾ ഒരുപാട് ഉണ്ടാവും. അത് ഹദീസിൽ തന്നെയുണ്ട്. ഓരോ പ്രഭാതമായാലും ഇബിലീസിന്റെ അണികളെ പറഞ്ഞയക്കുന്നതാണ്. എവിടെയൊക്കെ കുടുംബം തെറ്റിക്കാനുണ്ടോ, എവിടെയൊക്കെ അക്രമങ്ങൾ നടത്താനുണ്ടോ, അതിനൊക്കെ ദുർബോധന കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാണല്ലോ പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കും, അങ്ങനെ പറയണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ ചെയ്യണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരാൻ തന്നെ കാരണം, നമുക്ക് ആ ചിന്ത ഇപ്പോൾ വരാനുള്ള കാരണം നമ്മുടെ ചിന്ത, യഥാർത്ഥ ചിന്ത അതല്ല എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് ഒരു രക്ഷ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഇതിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ചില പ്രധാനപ്പെട്ട അമലുകളാണ് പറയുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതി വച്ചിട്ടുണ്ട് 2 സൂക്തങ്ങൾ. ആ 2 സൂക്തങ്ങൾ സൂറത്തുൽ ബഖറ, 2 ആയത്തുകൾ സൂറത്തുൽ ബഖറ അവസാനിച്ചു. അത് രണ്ടും ഒരു ഭവനത. അപ്പൊ സൂറത്തുൽ ബഖറ അവസാനിക്കുന്നത് ആ 2 ആയത്തുകളെ കൊണ്ടാണ്. അങ്ങനെയുള്ള ആ 2 ആയത്തുകൾ ആരെങ്കിലും വീട്ടിൽ പാരായണം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവന്റെ വീട്ടിൽ ആരാണ് ഓതുന്നത് അവരുടെ വീട്ടിൽ വലിയ ബറക്കത്ത് ഉണ്ടാകും.
പൈശാചികമായ ദുർബോധനകൾ, പൈശാചികമായ ബുദ്ധിമുട്ടുകൾ, പൈശാചികമായ ഷർറുകൾ, ഇതൊന്നും അവന്റെ വീട്ടിൽ ഉണ്ടാകില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറയുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ വെറുതെ ഏകാന്തമായിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോ ദുർബോധനകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ ആ ദുർബോധനകളിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്നത് ഇതാണ്. വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ടായത്തുകൾ ഏതാ? കാണാതറിയുന്നവരാണ് നിങ്ങൾക്കൊക്കെ. ഞാനിതൊരു പഠിക്കാനുള്ള ഒരു അവസരം കൂടെ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾ താഴെ നിന്ന് എഴുതി അറിയിക്കുക ആ രണ്ടായത്തുകൾ സ്ഥിരമായി ഓതുന്നവരുണ്ടെങ്കിൽ. ഇനി മറ്റൊരു ഹദീസിൽ കാണാം, ജാബിർ റളിയല്ലാഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന, ജാബിർ റളിയല്ലാഹു പറയാണ്, ആരെങ്കിലും പ്രഭാത സമയത്ത് അൻആം സൂറത്തിലെ ആദ്യ 3 ആയത്തുകൾ പാരായണം ചെയ്യുകയാണെങ്കിൽ, അൻആം സൂറത്തിലെ ആദ്യത്തെ 3 ആയത്തുകൾ ഏതാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വജഅല അദ്ദുലുമാതി വന്നൂർ സുമ്മല്ലദീന കഫറു ബിറബ്ബിഹിം യഅദിലൂൻ ഹുവല്ലദീ ഖലഖകും മിൻ ത്വീനിൻ സുമ്മ ഖളാ അജല വഅജലുൻ മുസമ്മൻ ഇൻദഹു സുമ്മ അൻതും തംതറൂൻ വഹുവല്ലാഹു ഫിസ് സമാവാതി വൽ അർദി യഅലമു സിർറക്കും വജഹറക്കും വയഅലമു മാ തക്സിബൂൻ. ഇതാണ് സൂറത്തുൽ അൻആമിലെ ആദ്യത്തെ 3. ആദ്യത്തെ 3 ആയത്തുകൾ ആരെങ്കിലും പ്രഭാതത്തിൽ പാരായണം ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 മലക്കുകളെ പ്രത്യേകമായിട്ട് നിയോഗിക്കും. എന്തിനാണ് പ്രത്യേകമായിട്ട് നിയോഗിക്കുന്നത്? അന്ത്യനാൾ വരെയുള്ള അവന്റെ എല്ലാ അമലുകളും രേഖപ്പെടുത്തപ്പെടാൻ വേണ്ടിയിട്ട്. മാത്രമല്ല, 7ാം ആകാശത്തു നിന്ന് ഒരു മലക്ക് ഇറങ്ങി വരും. അങ്ങനെ ആ മലക്ക് ഇറങ്ങി വന്നിട്ട് ആ മലക്കിന്റെ കയ്യിൽ ഒരു ഇരുമ്പിന്റെ ദണ്ട് ഉണ്ടാകും എന്നുള്ളതാണ്, ഒരു വടി ഉണ്ടാകും. പിശാച് ഈ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് എന്തെങ്കിലും തിന്മകൾ ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോഴേക്കും മലക്ക് ആ വടി കൊണ്ട് പിശാചിനെ അടിക്കും എന്നുള്ളതാണ്. അതോടുകൂടെ ആ പിശാചിന്റെയും ആ മനുഷ്യന്റെയും ഇടയിൽ 70,000 മറകൾ ഉണ്ടായിത്തീരുന്നു. നിങ്ങളൊന്ന് നോക്കൂ, ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇത്തരം ഇഷ്ടമില്ലാത്ത അരുതായ്മകള്, ഐക്യമില്ലാത്ത ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ കാരണം ആയിട്ട്